ഗൈസ് അപ്പൊ അസ്സലാമലൈക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ റംസാൻ ചലഞ്ചിൽ നിങ്ങളെ കണ്ടാലോ നമ്മള് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഖുർആനിൽ ആദ്യം പറയപ്പെട്ട സംഖ്യ ഏത് എന്നായിരുന്നു. ഒരുപാട് പേരാണ് ഇതിന് കമന്റ് ഇട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് വെച്ചാൽ 7 അതായത് സൂറത്തുൽ ബഖറയിൽ 29ാമത്തെ ആയത്തില് സബാ സമാവാത്തിന് അതായത് 7 ആകാശങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സോ 7 ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് വിജയം പ്രഖ്യാപിക്കാം. വിജയം പ്രഖ്യാപിക്കുന്നതിന് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ പേജ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമന്റ് പിക്കർ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്, നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കമന്റ്സ് ഓട്ടോമാറ്റിക് റിമൂവ് ആവും അതിൽ നിന്ന്. സോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വിന്നറെ കാണാം. കുറച്ച് മുഴുവൻ ആയിരിക്കും. സ്റ്റാർട്ട് കോൺടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, 8 7 6 5 4 3 കാണാം ആരാണെന്ന്. 4 പേരെന്തത് 4 എന്നാണ്. വല്ലാത്തൊരു നിങ്ങൾ. അപ്പൊ ഏതായാലും കൺഗ്രാജുലേഷൻ, വിജയിച്ച വ്യക്തിക്ക് കൺഗ്രാജുലേഷൻസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ, ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുമ്പ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ആന്റിക്കിൽ വരുന്ന 0% വരുന്ന ഒരു വളയിന്റെ വീഡിയോ. അത് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. അതിന് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നിങ്ങളുടെ കയ്യിൽ പയ്യ യൂസ് ചെയ്യാത്ത ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിന് ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടാവുന്ന ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് അല്ല ഫുൾ റേറ്റ് തന്നെ കിട്ടും. കിട്ടിയിട്ട് ഇതിന് നിങ്ങൾ ജസ്റ്റ് GST മാത്രം കൊടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ക്യാഷ് മാത്രമല്ല എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ സിംഗിൾ വേണമെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു ബ്രോഡ് വളയാണ്. ഇത് നിങ്ങൾക്ക് സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ 2 ജോഡി ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു സിംഗിൾ ജോഡി ആയിട്ട് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. മൊത്തത്തിൽ സെറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കാം എല്ലാവരും. അതായത് ഖുർആനിൽ നമസ്കാര സമയങ്ങളെ സൂചിപ്പിക്കുന്ന വുസ്ത എന്ന പദം ഏത് നമസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്നുകൂടി പറയാം. ഖുർആനിൽ നമസ്കാര സമയങ്ങളെ സൂചിപ്പിക്കുന്ന വുസ്ത എന്ന പദം ഏത് നമസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നാളെ 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇടാം. ഓക്കെ, മാക്സിമം എല്ലാവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ അടുത്ത പുതിയ ചലഞ്ചുമായി നാളെ വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.